ഹായ് ഹലോ ഫ്രണ്ട്സ്, പത്രമാരി സീരിയലിൽ വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡിൻ്റെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ നയനെ കാണാനായിട്ട് മുത്തശ്ശൻ അമ്പലത്തിലേക്ക് എത്തിയിരിക്കുകയാണ് കേട്ടോ. അമ്പലത്തിൽ വെച്ച് രണ്ടുപേരും പരസ്പരം കാണുന്നുണ്ടെങ്കിലും ഒന്നും സംസാരിക്കുന്നൊന്നുമില്ല. മുത്തശ്ശൻ ഭയങ്കര ഗൗരവത്തിലാണെന്ന് മനസ്സിലാക്കി നയന മുന്നോട്ട് പോകുമ്പോഴേക്കും നയനയ്ക്ക് പെട്ടെന്ന് ഒരു തളർച്ചയൊക്കെ അനുഭവപ്പെട്ട് നയന ബോധം കെട്ടി താഴെ വീഴുകയും ചെയ്യുന്നുണ്ട്. മുത്തശ്ശൻ പെട്ടെന്ന് തന്നെ നയനെ താങ്ങി പിടിച്ച് എഴുന്നേൽപ്പിക്കുകയും കുറേ വിളിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും നയനയ്ക്ക് ബോധം കിട്ടാത്തതുകൊണ്ട് മുത്തശ്ശൻ നേരെ ഹോസ്പിറ്റലിലേക്ക് തന്നെ കൊണ്ടു ചെല്ലുക കേട്ടോ. പിന്നീട് നയനയ്ക്ക് ബോധം വരുമ്പോഴേക്കും ഹോസ്പിറ്റലിൽ നയനയുടെ അടുത്ത് മുത്തശ്ശനായിരുന്നു ഉണ്ടായിരുന്നത്. നയന അപ്പോഴേക്കും മുത്തശ്ശനോട് ചോദിക്കുന്നുണ്ട്, മുത്തശ്ശനാണോ എന്നെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്നതെന്നൊക്കെ. അപ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ട്, അത്രയ്ക്ക് മനസാക്ഷി ഇല്ലാത്തവനൊന്നും അല്ല ഞാൻ. ഒരാൾ ബോധം കെട്ട് താഴെ വീണ് കിടക്കുമ്പം കണ്ടില്ലാന്ന് നടിച്ചു പോകാൻ മാത്രം മനസാക്ഷി ഇല്ലാത്തവനല്ല ഞാൻ. അത് മാത്രമല്ല, എൻ്റെ കൊച്ചുമോൻ്റെ ഭാര്യയും കൂടിയാണ് നീ. ആ ഒരു പരിഗണന ഞാൻ കാണിച്ചെന്നേ ഉള്ളൂ, അല്ലാതെ നിങ്ങൾ വിചാരിക്കും പോലെ വേറൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞ് ഒഴിവാകാനാണ് നമ്മുടെ മുത്തശ്ശൻ ശ്രമിക്കുന്നത്. അതുപോലെ തന്നെ അറിയിക്കേണ്ടവരെല്ലാം അറിയിച്ചിട്ടുണ്ട്. അവർ വന്ന ഉടനെ തന്നെ മുത്തശ്ശൻ അവിടെ നിന്ന് പോകുമെന്നും പറയുക കേട്ടോ. ആ സമയത്ത് നയന പറയുന്നുണ്ട്, ഞാൻ അങ്ങോട്ടേക്ക് വന്നത് മുത്തശ്ശനെ കാണാൻ വേണ്ടിയിട്ടാണ്. ഞാനെന്ത് ചെയ്തിട്ടാണ് മുത്തശ്ശൻ എന്നോട് ദേഷ്യം കാണിക്കുന്നതൊക്കെ തന്നെ ചോദിക്കുന്നുണ്ട് കേട്ടോ നയന. അപ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ട്, എനിക്കിപ്പോൾ ആരോടും ദേഷ്യമൊന്നുമില്ല. പിന്നെ തറവാട്ടിൽ നിന്ന് പുറത്തു പോകാൻ ഞാൻ ആരെയും നിർബന്ധിച്ചിട്ടുമില്ല. എല്ലാവരും അവരവർക്ക് യുക്തിക്കനുസരിച്ചുള്ള തീരുമാനങ്ങളല്ലേ എടുക്കുന്നത്. ആരുടെയും തീരുമാനങ്ങൾ ഞാനിപ്പോൾ തടസ്സം നിൽക്കാറില്ല. അതുകൊണ്ട് കൂടുതൽ കാര്യങ്ങൾ എനിക്ക് സംസാരിക്കാൻ താല്പര്യമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ മുത്തശ്ശൻ ഒഴിഞ്ഞു മാറുകയാണ്. എന്നിട്ട് നയന മുത്തശ്ശനോട് ചോദിക്കുന്നുണ്ട്, ആദർശേട്ടൻ ഈ വിവരം അറിയിച്ചായിരുന്നോ എന്ന്. അപ്പോൾ മുത്തശ്ശൻ ഇച്ചിരി ദേഷ്യത്തോടെ തന്നെ ചോദിക്കുന്നുണ്ട്, ഞാൻ എന്തിനാ അവനെ അറിയിക്കണം? ഞാൻ വസുന്ധരയെ വിളിച്ച് അറിയിച്ചിട്ടുണ്ട്. ദേവേദിയും ജയനും ഒക്കെ ഇപ്പം തന്നെ ഇങ്ങോട്ടേക്ക് എത്തുമായിരിക്കും. അവർ വന്നു കഴിയുമ്പം അറിയിക്കാനുള്ളവരെയൊക്കെ അവർ അറിയിച്ചോളും. എന്തായാലും എനിക്കതിൻ്റെ ആവശ്യമില്ല എന്നൊക്കെ തന്നെ പറയുമ്പോഴേക്കും അങ്ങോട്ടേക്ക് ദേവയാനിയും ജയനും അതുപോലെ ജാനകിയൊക്കെ കൂടി അങ്ങോട്ടേക്ക് വരിക കേട്ടോ. കൂടെ മുത്തശ്ശിയും ഉണ്ട്. ദേവയാനി അകത്തേക്ക് കയറി വരുന്നത് തന്നെ അയ്യോ മോളേന്ന് വിളിച്ചുകൊണ്ടാണ്. എൻ്റെ മോക്ക് ഇത് എന്ത് പറ്റി, വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ, തലകർക്കം ഉണ്ടായതാണോ എന്നൊക്കെ ചോദിച്ചുകൊണ്ടാണ് വരുന്നത്. അപ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ട്, എന്തായാലും ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല. കറക്റ്റ് സമയത്ത് ഞാൻ അവിടെ ഉണ്ടായിരുന്നതുകൊണ്ട് ഹോസ്പിറ്റലിൽ എത്തിച്ചു. എന്തായാലും നിങ്ങളെല്ലാവരും എത്തിയില്ലേ, ഞാൻ ഇനി പോകാമെന്നൊക്കെ പറഞ്ഞ് മുത്തശ്ശൻ പോകാൻ ഇറങ്ങുകയാണ്. എന്നിട്ട് മുത്തശ്ശൻ എവിടെ നിന്ന് പോകാൻ ഇറങ്ങുമ്പോഴേക്കും തന്നെ അങ്ങോട്ടേക്ക് ആദർശ് കയറി വരിക കേട്ടോ. ആദർശിനെ കാണുമ്പോൾ മുത്തശ്ശൻ്റെ മനസ്സിൽ ഒരു സന്തോഷമാവുന്നുണ്ടെങ്കിലും മുഖത്ത് ഇപ്പോഴും നല്ല രൗദ്രഭാവത്തിൽ തന്നെ നിൽക്കുകയാണ് മുത്തശ്ശൻ. ആദർശിനെ ഒന്ന് തുറച്ചു നോക്കിയിട്ട് ദേഷ്യപ്പെട്ട് തന്നെ മുത്തശ്ശൻ അവിടെ നിന്ന് പോവുകയും ചെയ്യുന്നുണ്ട്. ആദർശ് അങ്ങോട്ടേക്ക് കയറി വന്നപാട് തന്നെ നയനോട് ചോദിക്കുന്നുണ്ട്, എന്താ സംഭവിച്ചത്? രാവിലെ നിനക്ക് ഒരു കുഴപ്പമില്ലായിരുന്നല്ലോ. ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ നമുക്ക് രണ്ടാൾക്കും ഒന്നിച്ച് അമ്പലത്തിലേക്ക് പോകാമെന്ന്. അപ്പോൾ നീയല്ലേ അതിനെ സമ്മതിക്കാതിരുന്നത്? ഞാൻ പറഞ്ഞതല്ലേ നമുക്ക് രണ്ടുപേർക്കും ഒന്നിച്ച് പോയി വരാമെന്ന്. ഇപ്പൊ കണ്ടില്ലേ, കറക്റ്റ് സമയത്ത് അവിടെ മുത്തശ്ശൻ ഉണ്ടായിരുന്നോണ്ടല്ലേ നിന്നെ പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിച്ചത്. നീ തന്നെ അമ്പലത്തിലേക്ക് പോകാൻ പാടില്ലായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴേക്കും നയന പറയുന്നുണ്ട്, ആദർശേട്ടൻ്റെ ഭാഗത്ത് ഒരു തെറ്റുമില്ല. ആദർശേട്ടൻ എന്നോട് പറഞ്ഞതാ നമുക്ക് രണ്ടാക്കും ഒന്നിച്ച് അമ്പലത്തിൽ പോയി വരാമെന്നൊക്കെ. ഞാനല്ലേ അതിനെ സമ്മതിക്കാതിരുന്നത്. എനിക്ക് രാവിലെ ഒരു കുഴപ്പമില്ലായിരുന്നു. അമ്പലത്തിൽ വെച്ച് പെട്ടെന്ന് മുത്തശ്ശനെ കണ്ടപ്പോഴേക്കും എനിക്ക് വല്ലാത്ത സങ്കടം തോന്നി. പെട്ടെന്നൊരു തളർച്ച പോലെ ഉണ്ടായി, തല ഉറ്റി വീണതാ, അല്ലാതെ വേറെ കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ നയന. മുത്തശ്ശൻ അവിടെ ഉണ്ടായിരുന്നോണ്ട് എന്നെ പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിച്ചല്ലോ. എനിക്ക് പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല ആദർശേട്ടാ. ഈ തളർച്ചയും ക്ഷീണവും തലചുറ്റലും ഒക്കെ ഇപ്പം ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകുന്നതല്ലേ, അത്രേ ഉള്ളൂ, വേറെ കാര്യമായിട്ടൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞ് ആദർശിനെ ഒന്ന് സമാധാനിപ്പിക്കാനൊക്കെ നോക്കുന്നുണ്ട് നയന. ആ സമയത്ത് മുത്തശ്ശിയും അതുപോലെ ദേവയാനിയും ജയനും ഒക്കെ കൂടി ആദർശിനെ തന്നെയാണ് കേട്ടോ കുറ്റപ്പെടുത്തുന്നത്. അവർ പറയുന്നുണ്ട്, ഇങ്ങനെയുള്ള സമയത്ത് മോളെ ഒരിക്കലും നീ അമ്പലത്തിലേക്ക് തന്നെ വിടാൻ പാടില്ലായിരുന്നു. നീ തിരക്കിലാണെന്ന് അറിയാം മോക്ക്, അതുകൊണ്ടാണ് മോള് നിന്നെ ശല്യപ്പെടുത്താതിരിക്കാൻ നോക്കുന്നത്. എന്നാലും നീ മോളെ തനിച്ചു വിടാൻ പാടില്ലായിരുന്നു. ഈ സമയത്ത് എപ്പോഴും നീ മോളുടെ കൂടെ തന്നെ ഉണ്ടാവണം. അതുകൊണ്ടല്ലേ മോള് തറവാട്ടിൽ നിന്ന് നിന്റെ അടുത്തേക്ക് വന്നത്. എന്നിട്ട് നീ മോളുടെ കാര്യത്തിൽ കുറച്ചുകൂടെ ശ്രദ്ധ കാണിക്കാത്തത് എന്താ ആദർശേ? ഇങ്ങനെ പോയാൽ പറ്റില്ല. നമ്മുടെ ശത്രുക്കളെ കണ്ടുപിടിക്കാനുള്ള നെട്ടോട്ടത്തിലാണ് നീ. അത് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ മോൾ ഇപ്പോൾ ഒരു അമ്മയാകാൻ പോകുന്ന സാഹചര്യമാണ്. മോൾക്ക് വേണ്ട കെയറിങ് നീ കൊടുത്തേ പറ്റുള്ളൂ. മോളുടെ കാര്യത്തിൽ നീ കുറച്ചും കൂടെ ശ്രദ്ധിച്ചേ പറ്റുള്ളൂ. മോളുടെ ആരോഗ്യം ഇപ്പോഴാണ് ഒന്ന് മെച്ചപ്പെട്ട് വരുന്നത്. അതുകൊണ്ട് ഇനി ഇതുപോലെയുള്ള സംഭവങ്ങളൊന്നും നടക്കാതെ നീ നോക്കണം. ഇനി മോൾ എവിടെ പോകണമെന്ന് പറഞ്ഞാലും ആ കൂട്ടത്തിലൊക്കെ നീയും ഉണ്ടാവണം. ഇനി മോളുടെ കൂടെ ആരും ഇല്ലാതെ മോൾ ഇനി എങ്ങോട്ടേക്കും പോകരുതെന്നൊക്കെ ദേവാനി നയനോടും പറയുന്നുണ്ട്. നയന പറയുന്നുണ്ട്, കറക്റ്റ് സമയത്ത് മുത്തശ്ശൻ അവിടെ ഉണ്ടായിരുന്നതുകൊണ്ട് എന്നെ ഹോസ്പിറ്റലിൽ ആക്കിയില്ലേ. മുത്തശ്ശൻ ഇടയ്ക്കിടയ്ക്ക് അമ്പലത്തിലേക്ക് വരും എന്നുള്ളത് എനിക്കറിയാം. അതുകൊണ്ട് മുത്തശ്ശനെ ഒന്ന് കാണാനും കൂടി വേണ്ടിയിട്ടാണ് ഞാൻ അമ്പലത്തിലേക്ക് പോയെന്ന് തന്നെ നയന പറയുകയാണ്. ഇതേ സമയത്ത് ഹോസ്പിറ്റലിൽ എല്ലാവരോടും ദേഷ്യപ്പെട്ട് മുത്തശ്ശൻ പോയെങ്കിലും മുത്തശ്ശൻ്റെ മനസ്സിലെ മുഴുവൻ മുത്തശ്ശൻ കാരണമാണ് നയനമൊക്കെ ഇങ്ങനെ സംഭവിച്ചെന്നുള്ളൊരു കുറ്റബോധം ഉണ്ട് കേട്ടോ. കാരണം മുത്തശ്ശി കഴിഞ്ഞ ദിവസം നയനയുടെ അടുത്ത് പോയിട്ട് മുത്തശ്ശനെ കാണാൻ നയനമൊക്കെ ഒരുപാട് ആഗ്രഹം ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ടാണല്ലോ ഇവർ തമ്മിലൊരു കൂടിക്കാഴ്ചയ്ക്ക് വേണ്ടിയിട്ട് ഇങ്ങനൊരു അവസരം ഉണ്ടാക്കിയത്. അപ്പോൾ അമ്പലത്തിൽ വെച്ച് മുത്തശ്ശന് നയനമോളെ കാണാൻ പറ്റുമെന്ന് കരുതിയിട്ടാണല്ലോ നയനയോട് അങ്ങോട്ടേക്ക് വരാനും പറഞ്ഞത്. അപ്പോൾ അങ്ങനെ വരാൻ പറഞ്ഞത് തന്നെ ഒരു തെറ്റായി പോയി എന്നുള്ളൊരു കുറ്റബോധം മുത്തശ്ശൻ്റെ മനസ്സിലുണ്ട്. അതുകൊണ്ട് മുത്തശ്ശനും വളരെ സങ്കടപ്പെട്ട് തന്നെയാണ് തറവാട്ടിലേക്ക് തിരിച്ചു പോയിട്ടുള്ളതും. അപ്പോൾ തറവാട്ടിൽ ചെന്നതിന് ശേഷം മുത്തശ്ശിയെ വിളിച്ചിട്ട് ഇവിടുത്തെ കാര്യങ്ങളെല്ലാം അന്വേഷിക്കുകയും ചെയ്യുന്നുണ്ട്. ആ സമയത്ത് പറയുന്നുണ്ട്, മോക്കിപ്പോൾ ഒരു ട്രിപ്പ് കയറിക്കൊണ്ടിരിക്കുകയാണെന്നും അത് കഴിഞ്ഞാൽ ഉടനെ മോക്ക് ഹോസ്പിറ്റലിൽ നിന്ന് പോകാമെന്നും പറയുകയാണ് മുത്തശ്ശി.
അപ്പം മുത്തശ്ശൻ പറയുന്നുണ്ട് മോള് ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം മോളെ ഗസ്റ്റ് ഹൗസിൽ കൊണ്ടാക്കിയിട്ട് നിങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നാൽ മതി എന്ന് തന്നെ പറയുക. അതുപോലെ മോളുടെ ആരോഗ്യ കാര്യങ്ങളിലൊക്കെ കുറച്ചും കൂടി ശ്രദ്ധ കാണിക്കാൻ ആദർശനോട് പ്രത്യേകം പറയണമെന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതെല്ലാം കേട്ട് അതൊക്കെ ഞാൻ നോക്കിക്കോളാം എന്നൊക്കെ പറഞ്ഞ് ശരി വെക്കുകയാണ് മുത്തശ്ശി. അങ്ങനെ നയനയെ ഹോസ്പിറ്റലിൽ നിന്ന് തിരിച്ച് ഗസ്റ്റ് ഹൗസിലേക്ക് കൊണ്ടാക്കുന്നത് മുത്തശ്ശിയും ദേവയാനിയും ജയനും ആദർശവും കൂടെ കൂടിയിട്ടാണ് അങ്ങോട്ടേക്ക് കൊണ്ടുപോകുന്നത്. കാറിൽ പൊയ്ക്കൊണ്ടിരിക്കുന്ന സമയത്തും മോളുടെ ബോഡി ഇപ്പോൾ ഭയങ്കര വീക്കാണെന്നും അതുകൊണ്ട് കുറച്ചുകൂടെ നന്നായിട്ട് ആഹാരം കഴിക്കണം, കൂടെ ഇങ്ങനെ തളർച്ചയും ക്ഷീണവും ഒക്കെ ഉണ്ടാകാതിരിക്കാൻ മോൾ പ്രത്യേകം ശ്രദ്ധിക്കണം എന്നൊക്കെ പറഞ്ഞ് ആദർശിനെ നയനയൊക്കെ ഒന്ന് ഉപദേശിക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ മുത്തശ്ശൻ പറഞ്ഞ പോലെ തന്നെ ഇവരെല്ലാവരോടും ചേർന്ന് നയനയും ആദർശിനെയും ഗസ്റ്റ് ഹൗസിൽ കൊണ്ടാക്കിയിട്ടാണ് അവർ തിരിച്ച് തറവാട്ടിലേക്ക് ചെല്ലുന്നത്. ഇതേ സമയത്ത് തന്നെ നമ്മുടെ നവ്യ നയന ഹോസ്പിറ്റലിലായ വിവരങ്ങളെല്ലാം തന്നെ അറിയുന്നുണ്ട് കേട്ടോ. നയന അമ്പലത്തിൽ വെച്ച് തലചുറ്റിലുണ്ടായി വീണെന്നും നയനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കി എന്നൊക്കെ അറിയുമ്പോഴേക്കും നവ്യക്ക് ഒരുപാട് സങ്കടമാവുന്നുണ്ട്. തൻ്റെ ജീവിതം തകരാതിരിക്കാനായിട്ട് സ്വന്തം അനിയത്തി എത്രത്തോളം ത്യാഗം സഹിച്ചിട്ടുണ്ടെന്നുള്ള കാര്യങ്ങളും അതുപോലെ അഭി ചെയ്തു കൂട്ടിയ എല്ലാ തെമ്മാടിത്തരങ്ങളും മറച്ചു വെച്ച് എൻ്റെ ജീവിതം നശിച്ചു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണല്ലോ അവൾ ഇത്രമാത്രം സഹിച്ചെന്നൊക്കെ ഓർത്തിട്ട് നയനയോടും ആദർശേട്ടനോടൊക്കെ ഒരു പ്രത്യേക മതിപ്പും അവരോടൊരു പ്രത്യേക പരിഗണനയും കാര്യമൊക്കെ ഇപ്പോൾ തോന്നുന്നുണ്ട് നവ്യയ്ക്ക്. ഇപ്പം എങ്ങനെയും അവരവരുടെ ലക്ഷ്യസ്ഥാനത്ത് എത്താൻ വേണ്ടിയിട്ട് അവരെ പിന്നിൽ നിന്ന് സഹായിക്കുകയും ചെയ്യുന്നുണ്ട് നവ്യ. പക്ഷെ അതൊന്നും തന്നെ ആരെ അറിയിക്കുന്നുമില്ല നവ്യ. എല്ലാം വളരെ രഹസ്യമായിട്ട് തന്നെയാണ് നവ്യ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നതും. പ്രത്യക്ഷമായും പരോക്ഷമായും അവരെ സഹായിക്കാനുള്ള എല്ലാ മാർഗങ്ങളും നവ്യ സ്വീകരിക്കുന്നുണ്ട്. അതിന്റെ സൂചനയായിട്ടാണ് അന്ന് നയനെ പോലീസ് അറസ്റ്റ് ചെയ്ത സമയത്ത് നവ്യ അവിടെ ഇടപെട്ട് നയനെ കുറ്റക്കാരിയല്ലെന്ന് കോടതിയിൽ തെളിയിക്കാൻ സഹായിച്ചതും അതുപോലെ എൻ ജ്വല്ലറിലെ രഹസ്യങ്ങളെല്ലാം മനസ്സിലാക്കി സുഹൃത്ത് വഴി നന്ദുവിനെയും അതുപോലെ ആദർശേട്ടനെയൊക്കെ സഹായിച്ചുകൊണ്ടിരിക്കുകയാണ് നവ്യ. എന്നാൽ അബി എൻ ജ്വല്ലറിൽ കയറി പറ്റിയതോടുകൂടി തന്നെ അബിയുടെ സ്വഭാവത്തിൽ അടിമുടി മാറ്റങ്ങൾ സംഭവിച്ചല്ലോ. ഇപ്പൊ എങ്ങനെയെങ്കിലും എൻ ജ്വല്ലറിയുടെ മോഡൽ എന്നുള്ള സ്ഥാനത്തുനിന്ന് നവ്യ മാറ്റാനായിട്ടുള്ള പഠിച്ച മണി 18 നോക്കിക്കൊണ്ടിരിക്കുകയാണ് അബി. മോഡലിന്റെ സ്ഥാനത്തുനിന്ന് നവ്യനെ മാറ്റി അവിടെ മോഡലായിട്ട് മാളവികയെ സെലക്ട് ചെയ്യാനൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലോ അബി ഡേവിഡിന്റെ അടുത്ത്. ഇപ്പം നമ്മുടെ കമ്പനിയുടെ പരസ്യങ്ങളെല്ലാം നവ്യ തന്നെയല്ലേ സ്ഥിരമായിട്ട് അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു ചേഞ്ചസ് ഒക്കെ ആഗ്രഹിക്കാത്തത് ആരാ? അതുകൊണ്ട് തന്നെ നമുക്ക് മോഡലിനെ മാറ്റി പിടിക്കാം. അങ്ങനെയാണെങ്കിൽ ഈ വരുന്ന ഓണത്തിലും നമുക്ക് റെക്കോർഡ് സെയിൽ തന്നെ കിട്ടും. അതുകൊണ്ട് നമ്മൾ മോഡലിനെ ഒന്ന് മാറ്റി പരീക്ഷിക്കുന്നത് നല്ലതാണെന്നൊക്കെ അബി ഇങ്ങനെ ഡേവിഡിനോട് പറയുന്നുണ്ട് കേട്ടോ. അബിയുടെ മനസ്സിലിപ്പോൾ മാളവികയാണെന്നൊക്കെ ഉള്ളത് നവ്യയ്ക്ക് മനസ്സിലാക്കി കഴിഞ്ഞു. അത് അബിയുടെ പല പ്രവർത്തികളിൽ നിന്നും നവ്യ മനസ്സിലാക്കുന്നുമുണ്ട്. അതുകൊണ്ട് തന്നെ നവ്യ ഒഴിവാക്കാനായിട്ടുള്ള എല്ലാ വഴികളും നമ്മുടെ അബി നോക്കുന്നുമുണ്ട്. ഏതു നേരവും മാളവിയെക്കുറിച്ചുള്ള ചിന്തകളാണ് അബിയുടെ മനസ്സിൽ. നല്ല മോഡലാണ്, പ്രായം കുറവാണ്, മാരീഡ് അല്ല, അതുപോലെ തന്നെ ഡിസൈനിങ്ങിലൊക്കെ നല്ല കഴിവുണ്ട്, അതുപോലെ തന്നെ എല്ലാം കൊണ്ടും ഓക്കെ ആണെന്നൊക്കെയുള്ള രീതിയിലാണ് പറയുന്നത്. നമ്മുടെ കമ്പനിയുടെ ഡിസൈനർ ആണെങ്കിലും അവളെ മോഡലാക്കുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല, നമുക്ക് അതുവഴി ഒരു നഷ്ടവും ഉണ്ടാകാൻ പോകുന്നില്ല. നവ്യ ഇപ്പം നമ്മുടെ പരസ്യങ്ങളൊക്കെ അഭിനയിക്കാൻ തുടങ്ങിയിട്ട് കുറച്ചായില്ലേ, ആളുകൾക്കും പുതുമുഖങ്ങളോടായിരിക്കും താല്പര്യം. അപ്പൊ കാലത്തിനകത്ത് കോലവും മാറണ്ടേ എന്നുള്ള രീതിയിലാണ് കേട്ടോ നമ്മുടെ അഭി സംസാരിക്കുന്നത്. ഡേവിഡ് ചോദിക്കുന്നുണ്ട്, അതെന്താ സാറേ അങ്ങനെ പറയുന്നത്? എന്തൊക്കെ പറഞ്ഞാലും അഭി സാറിന്റെ ഭാര്യയല്ലേ, എന്നിട്ട് കൂടി മോഡലിന്റെ സ്ഥാനത്തുനിന്ന് നവ്യനെ മാറ്റണമെന്ന് സാർ എന്തിനാ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്നൊക്കെ ചോദിക്കുകയാണ്. അത് മാത്രമല്ല, നവ്യ നമ്മുടെ കമ്പനിയിൽ മോഡലായിട്ട് അഭിനയിക്കാൻ തുടങ്ങിയ പിന്നെ നമുക്ക് നഷ്ടങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. നമുക്ക് സെയിൽസ് ഒക്കെ മുമ്പത്തേതിലും കൂടിയിട്ടേ ഉള്ളൂ. അത് നമ്മുടെ കമ്പനിക്ക് മെച്ചമല്ലേ ഉണ്ടാക്കിയിട്ടുള്ളൂ. അതുകൊണ്ട് നവ്യനെ പെട്ടെന്ന് മോഡലിന്റെ സ്ഥാനത്തുനിന്ന് മാറ്റേണ്ട ആവശ്യമുണ്ടോ എന്നൊക്കെ തന്നെ ഡേവിഡ് തിരിച്ച് ചോദിക്കുകയാണ്. അഭി പറയുന്നുണ്ട്, അത് പിന്നെ ഞാനങ്ങനെ പറഞ്ഞത് എൻ്റെ മനസ്സിൽ വേറൊന്നും ഉണ്ടായിട്ടല്ല. ഇപ്പം ഈ കമ്പനിയുടെ GM ആയിട്ട് ഞാൻ ജോയിൻ ചെയ്തല്ലോ. അപ്പോൾ കമ്പനിയിൽ കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തണമെന്ന് എനിക്കൊരു അഭിപ്രായം ഉണ്ടായിരുന്നു. അപ്പോൾ കമ്പനി കുറച്ചുകൂടെ മെച്ചപ്പെടാനുള്ള വഴികളാണ് ഞാൻ പറഞ്ഞത്, അല്ലാതെ വേറൊന്നും ഉദ്ദേശിച്ചിട്ടില്ല എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ അഭി. അപ്പോൾ ഡേവിഡ് പറയുന്നുണ്ട്, അഭി സാർ എന്തായാലും ഇങ്ങനൊരു സജഷൻ വെച്ചതല്ലേ, നമുക്ക് എന്തായാലും നോക്കാം. അതേപ്പറ്റി മാളവിയോടൊന്ന് സംസാരിക്കണമല്ലോ. മാളവിയോട് സംസാരിച്ചതിന് ശേഷം നമുക്കൊരു ഉചിതമായ തീരുമാനം തന്നെ എടുക്കാം എന്നൊക്കെ പറഞ്ഞ് അബിയെ അവിടെ നിന്ന് പറഞ്ഞു വിടുകയും ചെയ്യുന്നുണ്ട് ഡേവിഡ്. എന്നിട്ട് അബി നേരെ ചെല്ലുന്നത് മാളവിയുടെ ക്യാബിലേക്ക് തന്നെയാണ് കേട്ടോ. അവിടെ ചെന്നിട്ട് അബി വലിയ പൊങ്ങച്ചത്തിൽ തന്നെ പറയുന്നുണ്ട്, നവ്യനെ മോഡൽ സ്ഥാനത്തുനിന്ന് മാറ്റിയിട്ട് മാളവിക മോഡലാക്കാനുള്ള പ്ലാനിങ് ഒക്കെ എൻ്റെ മനസ്സിലുണ്ട്. മോഡലായിട്ട് അഭിനയിക്കാൻ ഒരു അവസരം കിട്ടിയാൽ മാളവിക അത് ചെയ്യില്ലെന്നൊക്കെ തന്നെ ചോദിച്ച് മാളവിക ഒന്ന് സോപ്പിടാനാണ് നോക്കുന്നത്. എന്നാൽ അബിയുടെ തനി സ്വഭാവം, അബിയെ അരച്ച് കലക്കി കുടിച്ചിട്ട് വന്നിരിക്കുന്ന ആളാണ് മാളവിക എന്നുള്ളത് അബിക്ക് മനസ്സിലാവുന്നില്ലല്ലോ. അബി ഒരു കോഴിയാണെന്നുള്ള കാര്യമൊക്കെ നമ്മുടെ മാളവിക്ക് നന്നായിട്ട് തന്നെ ആദർശ് പറഞ്ഞിട്ട് അറിയാം. അതുകൊണ്ട് അവന്റെ മനസ്സിലിരിപ്പൊക്കെ നടക്കണമെന്നുണ്ടെങ്കിൽ ഭാര്യ ഇവിടുന്ന് കെട്ടിക്കണമല്ലോ. അതുകൊണ്ടാണ് മോഡലിന്റെ സ്ഥാനത്ത് മാളവികയെ കൊണ്ടുവരാൻ നോക്കുന്നതെന്നൊക്കെയുള്ളത് മാളവിക്ക് മനസ്സിലാവുന്നുണ്ട്. അപ്പം മാളവിക പറയുന്നുണ്ട്, അയ്യോ ഇല്ല സാർ, അതൊന്നും ശരിയാവില്ല. ഞാൻ ഇതുവരെ അങ്ങനെ അഭിനയിച്ചിട്ടൊന്നുമില്ല. ഞാൻ ഡിസൈനിങ്ങിലല്ലേ കഴിവ് തെളിയിച്ചിട്ടുള്ളൂ. എനിക്ക് ഡിസൈൻസിനെ കുറിച്ചുള്ള കാര്യങ്ങൾ മാത്രമേ അറിയാവുള്ളൂ. അഭിനയിക്കാനൊന്നും എനിക്ക് വലിയ താല്പര്യമില്ല. അഭിനയിക്കാൻ ഒരു പ്രത്യേക ടാലന്റ് തന്നെ വേണം സാർ. അതുകൊണ്ട് എനിക്ക് മോഡലിങ്ങിൽ വലിയ താല്പര്യമില്ല എന്നൊക്കെ പറഞ്ഞ് മാളവിക ഒഴിവാങ്ങാൻ നോക്കുന്നുണ്ട്. അപ്പൊ അഭി ചോദിക്കുന്നുണ്ട്, അതെന്താ മാളവിക അങ്ങനെ പറഞ്ഞത്?
മാളവിയെപ്പോലെ ഒരു സുന്ദരി ഈ കമ്പനിയിലുള്ളപ്പം പിന്നെ ഇവിടെ വേറെ മോഡലിനെ കൊണ്ടുവരേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. പിന്നെ അത്യാവശ്യം ഇപ്പോൾ ഉള്ളതിനേക്കാൾ ഒന്നുകൂടെ ഒന്ന് മോടി പിടിപ്പിച്ച മാളവിക അത് സുന്ദരി തന്നെയാണ് എന്നൊക്കെ പറഞ്ഞ് മാളവികയെ സോപ്പിടാൻ തന്നെ നോക്കുകയാണ് നമ്മുടെ അബി. എന്റെ കാഴ്ചപ്പാടിൽ മോഡലായി അഭിനയിക്കാൻ ഇപ്പൊ ഇവിടെ ഉള്ളതിൽ ഏറ്റവും സുന്ദരി മാളവിക തന്നെയാണ്. ഇത്രയും സുന്ദരിയായി താൻ ഇവിടെ ഉള്ളപ്പം പുറത്തുനിന്നൊരു മോഡലിനെ കൊണ്ടുവരേണ്ട ആവശ്യമൊന്നും ഇല്ലല്ലോ. അതുകൊണ്ട് മാളവികയുടെ പേര് ഞാൻ തന്നെയാണ് ഡേവിഡ് സാറിന്റെ അടുത്ത് റെക്കമെൻഡ് ചെയ്തേക്കുന്നത്. എന്തായാലും GMന്റെ സ്ഥാനത്തുനിന്ന് ഞാൻ ഒരു തീരുമാനം എടുക്കുമ്പോൾ ഡേവിഡ് സാർ അത് തട്ടിക്കളയില്ലെന്നുള്ളത് എനിക്കറിയാം. അങ്ങനെ പരസ്യത്തിലൊക്കെ അഭിനയിക്കാൻ ഒരു ചാൻസ് കിട്ടിയാൽ അതൊക്കെ മാക്സിമം മുതലാക്കുക ചെയ്യേണ്ടത്. ഡിസൈനിങ്ങും അതുപോലെ തന്നെ മോഡലും. അപ്പോൾ ഡബിൾ സാലറി അല്ലേ. അതുകൊണ്ട് മാളവികയ്ക്ക് ഒരുപാട് മെച്ചം ഉണ്ടാകും. മാളവികയ്ക്ക് ഇഷ്ടംപോലെ സാലറി കിട്ടും. പിന്നെ മാളവികയ്ക്ക് ഒന്നിനും ഒരു ബുദ്ധിമുട്ട് വരാതെ ഞാൻ നോക്കിക്കോളാം എന്നൊക്കെ പറയുകയാണ് കേട്ടോ അബി. എന്നിട്ട് മാളവിക അതിനൊന്നും തന്നെ ഓക്കെ പറയാതെ ആരെ മനസ്സോടെ തന്നെ ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. ഇവന്റെ കയ്യിലിരിപ്പും ഇവന്റെ സ്വഭാവം എല്ലാം നന്നായിട്ട് അറിയാവുന്ന ആളാണല്ലോ മാളവിക. നവ്യനെ ഏഞ്ചുലറിന് പുറത്താക്കാൻ വേണ്ടിയിട്ടാണ് അബി ഇങ്ങനെ ഒരു തീരുമാനമായി തന്റെ മുമ്പിൽ എത്തിയെന്നൊക്കെയുള്ളത് മാളവികയ്ക്ക് മനസ്സിലായതുകൊണ്ട് തന്നെ ആദർശിനോടൊന്ന് ചോദിച്ചിട്ടില്ലേ എന്തെങ്കിലും പറയാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ അബി പറയുന്ന കാര്യങ്ങളൊന്നും തന്നെ സമ്മതിച്ചു കൊടുക്കാൻ നിൽക്കുന്നില്ല മാളവിക. മാളവിക പറയുന്നുണ്ട്, സാർ അതൊന്നും ശരിയാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഡിസൈനിങ്ങിലാണ് എനിക്ക് താല്പര്യം. പിന്നെ സാർ ഇത്ര നിർബന്ധിക്കുമ്പം ഞാൻ എന്തായാലും ഒന്ന് ആലോചിക്കട്ടെ, ഞാൻ ആലോചിച്ചിട്ട് പറയാം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് അബിയെ ഒഴിവാക്കി വിടാനാണ് നോക്കുന്നത് കേട്ടോ. അപ്പൊ അബി പറയുന്നുണ്ട്, ഇനിയിപ്പം മാളവിക്ക് അഭിനയിക്കാൻ അറിയില്ലെങ്കിലും അതൊന്നും ഓർത്ത് മാളവിക ടെൻഷൻ അടിക്കണ്ട. മാളവിക്ക് വേണ്ട എല്ലാ സഹായം സപ്പോർട്ടും എന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകും. അതുകൊണ്ട് മാളവിക അതൊന്നും ഓർത്ത് വിഷമിക്കേണ്ട. മാളവിക എസ് എന്ന് പറഞ്ഞാൽ അടുത്ത നിമിഷം തന്നെ ജ്വല്ലറിയുടെ പുതിയ മോഡൽ മാളവിക ആയിരിക്കും. ഇപ്പൊ തന്നെ മാളവിക കളക്ഷൻസിന് ഒരുപാട് ഡിമാൻഡ് കൂടിയിട്ടുണ്ട്. അതിന്റെ കൂട്ടത്തിൽ മാളവിക ഒരു മോഡലും കൂടി ആയിട്ടുണ്ടെങ്കിൽ മാളവികയല്ലേ അതിന്റെ പബ്ലിസിറ്റി കിട്ടുന്നത്. അതുകൊണ്ട് മാളവികയ്ക്ക് തന്നെയാണ് ഇതിന്റെ ബെനിഫിറ്റ് കിട്ടാൻ പോകുന്നതെന്നൊക്കെ പറഞ്ഞ് മാളവികയെ ഒന്നും കൂടി ഒന്ന് സൂചിപ്പിക്കാനാണ് അബി നോക്കുന്നത്. അബി എന്നിട്ട് മാളവികയെ അടിമുടി ഒന്ന് നോക്കിയിട്ട് തന്നെയാണ് കേട്ടോ പോകുന്നത്. നീ മോഡലായിട്ട് അഭിനയിച്ച് നിന്നെ ഞാൻ എൻ്റെ വലയിൽ വീഴ്ത്തോടി എന്നൊക്കെ മനസ്സ് വിചാരിച്ചുകൊണ്ടാണ് അബി പോകുന്നത്. എന്നാൽ മാളവിക ചിന്തിക്കുന്നത് നേരെ തിരിച്ചാണ്. നിന്റെ മനസ്സിലെ ഉദ്ദേശമൊക്കെ എനിക്ക് മനസ്സിലായടാ. എന്തായാലും അധികം നാൾ ഇങ്ങനെ നീ സന്തോഷത്തോടെ ഇവിടെ ഉണ്ടാവില്ല. നിന്റെ കാര്യത്തിൽ എത്രയും പെട്ടെന്ന് തന്നെ ഒരു തീരുമാനം ഉണ്ടാവും എന്നൊക്കെ മനസ്സിൽ വിചാരിച്ചുകൊണ്ടാണ് നമ്മുടെ മാളവിക നിൽക്കുന്നത്. എന്നിട്ട് അധികം വൈകാതെ തന്നെ മാളവിക ആദർശമായിട്ടൊരു കൂടിക്കാഴ്ച നടത്തിയിട്ട് അബി പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ ആദർശനെ അറിയിക്കുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് ആദർശ് മാളവികയോട് പറയുന്നുണ്ട്, നവ്യമായിട്ട് അവന്റെ സ്വരച്ചർച്ചയിലൊന്നും അല്ല കഴിഞ്ഞു പോകുന്നത്. തൽക്കാലം എല്ലാവരുടെ മുമ്പിൽ അവനൊന്ന് പിടിച്ചു നിൽക്കണം. അബിയുടെ കള്ളത്തരങ്ങളൊക്കെ നവ്യ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറപ്പായും നവ്യ അവനെ വെറുതെ വിടില്ല. അവന് കൊല്ലാനും അവള് മടിക്കില്ല. അതൊക്കെ അവന് നന്നായി അറിയാം. അതുകൊണ്ട് അവൻ ഇത്ര നാളും നവ്യയെ സോപ്പിട്ട് നവ്യയുടെ പിന്നാലെ തന്നെ നടന്നത്. ഇപ്പൊ അബിയെക്കുറിച്ചുള്ള സത്യങ്ങൾ ആര് പറഞ്ഞാലും അതൊന്നും തന്നെ അംഗീകരിക്കാനോ വിശ്വസിക്കാനോ തയ്യാറാകാത്തതും അബിയുടെ കഴിവ് തന്നെയാണ്. നവ്യനെ അത്രത്തോളം ബ്രെയിൻ വാഷ് ചെയ്ത് അവന്റെ കൂട്ടത്തിൽ തന്നെ നിർത്തിയിരിക്കുകയാണ് അബി. ഇതെല്ലാം അബിയുടെ കളികളാണ്. അതിനുള്ള കഴിവും അവനുണ്ട്. അതുപോലെ തന്നെ ഇപ്പൊ ഈ മോഡലിന്റെ സ്ഥാനത്തേക്ക് നിന്നെ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നതും നവ്യ അവന്റെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ്. ജ്വല്ലറിൽ എന്തായാലും അവൻ കയറി കഴിഞ്ഞല്ലോ. ഇനി അവന്റെ ജീവിതത്തിൽ നവ്യയുടെ ആവശ്യമില്ലെന്നുള്ളത് അവന് മനസ്സിലായി. ഇനി നവ്യയെ കൊണ്ട് അവൻ ഒരു പ്രയോജനം ഇല്ലെന്നുള്ളത് അവനറിയാം. അതുകൊണ്ടാണ് അവൻ നവ്യയെ ഒഴിവാക്കിയിട്ട് നിന്നെ മോഡലിന്റെ സ്ഥാനത്തേക്ക് കൊണ്ടുവരാൻ നോക്കുന്നത്. പക്ഷേ മാളവികയെ, നീ അപ്പോഴും അവിടെ ശ്രദ്ധയോടെ വേണം ഇരിക്കാൻ. പിടിക്കപ്പെട്ട അവരെന്തും ചെയ്യാൻ മടിയില്ലാത്തവരാണ്. അത് നിനക്ക് ഓർമ്മ വേണം. അനികയുടെ ഇപ്പോഴത്തെ അവസ്ഥ നിനക്ക് അറിയാവല്ലോ. അനികയുടെ ഇപ്പോഴത്തെ അവസ്ഥയ്ക്ക് കാരണം അബിയാണ്. അതുപോലെ എന്ത് തെമ്മാടിത്തരം ചെയ്യാനും ഒരു മടിയും കാണിക്കാത്തവനാ അബി. അബി മാത്രമല്ല, അവനെ സപ്പോർട്ട് ചെയ്യുന്ന ജ്വല്ലറിയിലുള്ള ആ ഡേവിഡും തിരശ്ശീലയ്ക്ക് മറവിൽ നിന്നുകൊണ്ട് കാര്യങ്ങളൊക്കെ അന്വേഷിക്കുന്ന ആ കിങ്കോബ്രയും അവരൊക്കെ അവരുടെ നിലനിൽപ്പിനായി എന്തും ചെയ്യാൻ മടിയില്ലാത്തവരാണ്. നമ്മളാണ് ഇവിടെ സൂക്ഷിച്ചു നിൽക്കേണ്ടത്. എന്തായാലും നമ്മൾ ലക്ഷ്യസ്ഥാനത്തേക്ക് അടുത്തോണ്ടിരിക്കുകയാണ്. എത്രയും പെട്ടെന്ന് തന്നെ അവരെ കണ്ടുപിടിക്കാൻ കഴിയുമെന്ന് തന്നെയാണ് എൻ്റെ മനസ്സ് പറയുന്നത്. അതുപോലെ തന്നെ അബിയുടെ ചതിയിൽ വീഴാതിരിക്കാനും മാളവിക പ്രത്യേകം ശ്രദ്ധിക്കണം. അബി ഒരു നെറികെട്ടവനാണ്. എന്ത് തരം താഴ്ന്ന പ്രവൃത്തിയും അവൻ ചെയ്യും. എത്ര പെൺകുട്ടികളുടെ ജീവിതമാണ് അവൻ കാരണം ഇല്ലാതായേക്കുന്നത്. അതുകൊണ്ട് മാളവിക അവന്റെ കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. മോഡലാകാൻ അവൻ നിർബന്ധിക്കുന്നുണ്ടെങ്കിൽ മാളവിക സമ്മതിച്ചേക്ക്. അതുവഴി നമുക്ക് എന്തെങ്കിലും ക്ലൂ കിട്ടാതിരിക്കില്ല. എന്തായാലും അധിക നാളിനിയും മറിഞ്ഞിരിക്കാൻ അവർക്ക് ആവില്ലെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. എന്തായാലും മറിഞ്ഞിരിക്കുന്ന കിങ്കോബ്രയ്ക്ക് അധികം നാളിങ്ങനെ ഒളിച്ചു താമസിക്കേണ്ടി വരില്ല. അധികം വൈകാതെ തന്നെ അയാൾക്ക് പുറത്തിറങ്ങേണ്ടി വരും. അതിനുള്ള വഴികളാണ് ഞാൻ നോക്കിക്കൊണ്ടിരിക്കുന്നതൊക്കെ ആദർശ് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ മാളവിക മോഡലായിട്ട് അഭിനയിക്കാൻ തന്നെ തീരുമാനിക്കുകയാണ് ജ്വല്ലറിയിൽ. അപ്പോൾ നവ്യ ഈ വിവരങ്ങളെല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെ ആകെ കാലി തുള്ളി ഡേവിഡിന്റെ മുമ്പിലേക്ക് വരിക കേട്ടോ. ഡേവിഡിനോട് തന്നെ ഈ കാര്യങ്ങളൊക്കെ ചോദിക്കാനാണ് നവ്യ വരുന്നത്. കാരണം 2 വർഷത്തെ എഗ്രിമെന്റ് ഒക്കെ സൈൻ ചെയ്ത് കൊടുത്തിട്ടാണല്ലോ നവ്യ മോഡലായിട്ട് അഭിനയിക്കാൻ കയറിയത്. പെട്ടെന്ന് ഇങ്ങനെ ഒരു പിരിച്ചുവിടല് അത് എന്തുകൊണ്ടാണെന്നൊക്കെ ഉള്ളത് നവ്യക്ക് അറിയണമല്ലോ. എല്ലാം അബിയുടെ ബുദ്ധിയാണെന്ന് അറിയാം. എന്നാലും ഒന്നും അറിയാത്തവളെ പോലെ അഭിനയിച്ച് നിൽക്കണമല്ലോ കുറച്ച് നാളത്തേക്കും കൂടി. അതുകൊണ്ട് തന്നെ നവ്യ അവിടെ വന്ന് വലിയ സീനൊക്കെ ആക്കുന്നുണ്ട്. നവ്യ ചോദിക്കുന്നുണ്ട്, ഞാൻ ജ്വല്ലറിലെ പരസ്യത്തിൽ അഭിനയിക്കാൻ വന്നതിന് ശേഷം ഞാൻ കാരണം ഈ കമ്പനിക്ക് എന്തെങ്കിലും നഷ്ടം ഉണ്ടായിട്ടുണ്ടോ?
അല്ലെങ്കിൽ ഞാൻ അഭിനയിച്ച ഏതെങ്കിലും പരസ്യം കാരണം നിങ്ങളുടെ സെയിൽസിൽ കുറവ് വന്നിട്ടുണ്ടോ? ഏതെങ്കിലും തരത്തിൽ എന്നെക്കൊണ്ട് നിങ്ങളുടെ കമ്പനിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടോ? പിന്നെന്തുകൊണ്ടാണ് നിങ്ങൾ എന്നെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടുന്നതെന്നൊക്കെ നവ്യ ചോദിക്കുമ്പോഴേക്കും ഡേവിഡ് പറയുന്നുണ്ട്, അയ്യോ അത് ഞങ്ങളുടെ തീരുമാനമല്ല, പുതിയ മാനേജറായ അഭിസാറിന്റെ തീരുമാനമാണത്. അഭിസാറാണ് മാളവിക മോഡലാക്കി പരീക്ഷിച്ചാലോ എന്നൊക്കെ ചോദിച്ചത്. മാളവികയോട് ചോദിച്ചപ്പോൾ മാളവികയ്ക്കും അത് ഓക്കെ ആണെന്ന് പറഞ്ഞു. അതുകൊണ്ട് അവർ പരീക്ഷണത്തിന് ഞാനും ഓക്കെ എന്ന് പറഞ്ഞത്. എന്തായാലും നവ്യനെ പൂർണ്ണമായിട്ട് പിരിച്ചുവിടുകയൊന്നുമല്ല, താൽക്കാലിക ഒരു ഇടവേള മാത്രമാണ്. മാളവികയുടെ പെർഫോമൻസും എങ്ങനെയുണ്ടെന്ന് നോക്കാം. പുതുമുഖങ്ങളോടാണല്ലോ ആൾക്കാർക്കും താല്പര്യം. പിന്നെ നമ്മുടെ ഫീൽഡും അങ്ങനത്തെ ഒരു ഫീൽഡല്ലേ. പുതിയ പുതിയ മോഡലുകളെ പരസ്യത്തിൽ കൊണ്ടുവന്നാലല്ലേ നമ്മുടെ കമ്പനിക്കും അതിൻ്റെതായുള്ള ഒരു ഡിമാൻഡൊക്കെ കിട്ടുകയുള്ളൂ. അതുകൊണ്ടാണ് അഭിസാറ് ഇങ്ങനെ ഒരു അഭിപ്രായം പങ്കുവച്ചത്. അത് കേട്ടപ്പോൾ എനിക്കും ശരിയാണെന്ന് തോന്നിയത് കൊണ്ടാണ് ഞാനും അതിന് ഓക്കെ പറഞ്ഞെന്നൊക്കെ പറയുകയാണ് ഡേവിഡ്. എന്തായാലും അബി എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു തീരുമാനം എടുത്തതെന്നൊക്കെ ഉള്ളത് നവ്യയ്ക്ക് പകൽ പോലെ വ്യക്തമാണല്ലോ. അബിയുടെ ശരിക്കുള്ള സ്വഭാവം മനസ്സിലാക്കിയ ഒരാളാണല്ലോ നവ്യ. തന്നെ പോലെ എത്രയോ പെൺകുട്ടികളുടെ ജീവിതം ഇവൻ ഇല്ലാതാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ഇവന്റെ നാശം കണ്ടിട്ടേ താൻ അടങ്ങിയിരിക്കുള്ളൂ എന്നുള്ളൊരൊറ്റ വാശിയിലാണ് നവ്യ. ഇനി ഇവൻ വിരിച്ച വലയിലേക്ക് മാളവിയെ കൂടി തള്ളിവിടാൻ ഞാൻ തയ്യാറല്ലെന്നും മാളവികയെ ഇവന്റെ ചതിയിൽ നിന്നും രക്ഷിക്കണമെന്നൊക്കെ നവ്യ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്. ഏതായാലും അബിക്കൊരു മുട്ടം പണി കൊടുക്കാനായിട്ട് തന്നെ നമ്മുടെ നവ്യ തീരുമാനിക്കുകയും ചെയ്യുന്നുണ്ട്. അതിനുശേഷം നവ്യ ഈ വിവരങ്ങളെല്ലാം തൻ്റെ സുഹൃത്തിനെ അറിയിക്കാനായിട്ട് സുഹൃത്തിൻ്റെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. അപ്പം നവ്യ പറയുന്ന കാര്യങ്ങളെല്ലാം കേട്ട് സുഹൃത്തിന് നല്ല ഭയമാവുന്നുണ്ട് കേട്ടോ. കാരണം സ്വന്തം ജീവൻ അപകടത്തിലാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണല്ലോ നവ്യ എയും ജ്വല്ലറിൽ നിൽക്കുന്നത് തന്നെ. അതിൻ്റെ കൂടെ എയും ജ്വല്ലറിൽ നിന്ന് നവ്യ ഇപ്പോൾ ഒഴിവാക്കാനുള്ള വഴികളാണ് അവർ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതെല്ലാം കേട്ടിട്ട് നവ്യക്ക് ഒരുപാട് സങ്കടമാവുന്നുണ്ട്. കാരണം എയും ജ്വല്ലറിയിൽ നിന്നുകൊണ്ട് തന്നെ തന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന എല്ലാ സഹായങ്ങളും ആദർശേട്ടനും അതുപോലെ നയനയ്ക്കും നന്ദുവിനും ഒക്കെ ചെയ്തു കൊടുക്കണമെന്നായിരുന്നു നവ്യ വിചാരിച്ചുകൊണ്ടിരുന്നത്. എന്തായാലും ഇനിയിപ്പോൾ മോഡൽ സ്ഥാനത്ത് നിന്ന് തന്നെ പിരിച്ചു വിട്ട് കഴിഞ്ഞാൽ തനിക്ക് ഇവരെ സഹായിക്കാൻ സാധിക്കാതെ വരുമോ എന്നൊക്കെയുള്ളൊരു ടെൻഷനും നവ്യയുടെ മനസ്സിലുണ്ട്. എന്നിട്ട് ആ സുഹൃത്ത് നവ്യയോട് പറയുന്നുണ്ട്, എന്തായാലും അവർ നിന്നെ പിരിച്ചുവിടാൻ തീരുമാനിച്ചത് നന്നായി. നീ നിന്റെ കുഞ്ഞും സേഫായിട്ടിരിക്കുമല്ലോ, നിങ്ങൾക്കൊരാപത്തും വരാതിരിക്കുമല്ലോ, അത് തന്നെ വലിയൊരു സമാധാനം. തറവാട്ട് ലാഭം അവർക്ക് നിന്നെ ഒന്നും ചെയ്യാൻ സാധിക്കില്ല. നിനക്ക് നിന്റെ കുഞ്ഞിനും ഒരു പ്രൊട്ടക്ഷൻ ഉണ്ട്. തന്നെയുമല്ല അവരെല്ലാവരും നിന്നെ പൊന്നുപോലെ നോക്കുന്ന നീ തന്നെയല്ലേ പറഞ്ഞത്. അതുകൊണ്ട് ഇനി ആ കണ്ണി ചോരയില്ലാത്തവരുടെ അടുത്തേക്ക് നീ പോകാതിരിക്കുന്നത് നല്ലതാണെന്നൊക്കെ നമ്മുടെ സുഹൃത്ത് ഇങ്ങനെ നവ്യയുടെ അടുത്ത് പറയുക കേട്ടോ. അപ്പം നവ്യ പറയുന്നുണ്ട്, എന്തായാലും ഇത്ര പെട്ടെന്ന് അവിടെ നിന്ന് ഇറങ്ങേണ്ടി വരുമെന്ന് ഞാൻ വിചാരിച്ചതല്ല. ഇപ്പം അവിടെ ഒരു ഡിസൈനറുണ്ട് മാളവിക, അവളെ എങ്ങനെയെങ്കിലും വളച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് അവനിപ്പോൾ എന്നെ അവിടെ നിന്ന് ഒഴിവാക്കുന്നത്. ഞാൻ അവിടെ ഉണ്ടെങ്കിൽ അവളെ വലയിലാക്കാൻ പറ്റില്ലല്ലോ. അവളുടെ ജീവിതം കൂടി ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് അവൻ ഇറങ്ങി തിരിച്ചേക്കുന്നത്. എന്തായാലും അവൻ്റെ വലയിൽ അവളെ വീഴാൻ ഞാൻ സമ്മതിക്കില്ല. അവളുടെ ജീവിതം കൂടെ നശിച്ചു പോകാൻ ഞാൻ സമ്മതിക്കില്ല. അതുകൊണ്ട് ഞാൻ ഇവിടെ കാര്യമായിട്ട് തന്നെ ഇടപെടും. മാളവിക മോഡലായിട്ട് അഭിനയിക്കാൻ റെഡി ആണെങ്കിൽ പോലും ഒരിക്കലും അബിയുടെ വലയിൽ വീഴാൻ ഞാൻ സമ്മതിക്കില്ല എന്നൊക്കെ തന്നെ പറയുകയാണ് കേട്ടോ നവ്യ. അപ്പോൾ സുഹൃത്ത് ചോദിക്കുന്നുണ്ട്, നിനക്ക് അതിന് എന്ത് ചെയ്യാൻ പറ്റും? നീ അവിടെ ഉള്ളപ്പോൾ പോലും നിനക്കൊന്നും ചെയ്യാൻ സാധിച്ചില്ല. ഇപ്പം നിന്നെ ആ കമ്പനിയിൽ നിന്ന് പുറത്താക്കാനുള്ള തീരുമാനമല്ലേ അവരെടുക്കുന്നത്. അങ്ങനെയുള്ളപ്പോൾ നീ അവിടെ എന്ത് ചെയ്യാനാ? ആ ഓഫീസിൽ എന്താ നടക്കുന്നതെന്നൊക്കെ ഉള്ളത് നിനക്കൊന്ന് കാണാനോ അറിയാനോ പോലും പറ്റത്തില്ലല്ലോ. പിന്നെ നീ എന്ത് ചെയ്യാനാ പോകുന്നത് നവ്യ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോഴേക്കും നവ്യ പറയുന്നുണ്ട്, അതൊന്നും എനിക്കറിയില്ല. എന്തായാലും ഞാൻ എൻ്റെ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുക. എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന സഹായങ്ങളൊക്കെ ഇനി ഞാൻ അവർക്ക് വേണ്ടി ചെയ്യും. അതെൻ്റെ ജീവൻ കൊടുത്തിട്ടാണെങ്കിലും ഞാൻ അങ്ങനെ തന്നെ ചെയ്യും. ഒരിക്കലും അബി എന്ന ചതിയനെ ഞാൻ സന്തോഷത്തോടെ ജീവിക്കാൻ സമ്മതിക്കില്ല. അവൻ നരകിക്കണം. അവൻ ചെയ്ത പാപങ്ങൾക്കൊക്കെ അവൻ നരകിച്ച് തന്നെ ചാകണം. അതിനുള്ള വഴികളാണ് ഞാൻ നോക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് തന്നെ നവ്യ അവിടുന്ന് പോകുന്നുണ്ട് കേട്ടോ. നേരെ തറവാട്ടിലേക്കാണ് ചെല്ലുന്നത്. ചെന്ന പാട് തന്നെ റൂമിൽ കയറിയിട്ട് ഇരുന്ന് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് നവ്യ. താൻ ഇത്രയും നാളും ആദർശേട്ടനോടും അതുപോലെ നയനയോടും നന്ദുവിനോടും മുത്തശ്ശനോടും മുത്തശ്ശിയോടൊക്കെ മോശമായിട്ട് പെരുമാറിയതും സംസാരിച്ചതും അവരോട് മര്യാദ കാണിക്കാതെ കയർത്ത് സംസാരിച്ചതും അങ്ങനെയുള്ള പല കാര്യങ്ങളും ഓർത്ത് നവ്യ ഭയങ്കര കുറ്റബോധത്തിലിരുന്ന് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് നവ്യ തീരുമാനിക്കുന്നുണ്ട്, എന്തായാലും ഞാൻ ഇറങ്ങി തിരിച്ചതല്ലേ, ഇനി ഇതിൻ്റെ ഒരു അവസാനം കണ്ടിട്ട് ഞാൻ അടങ്ങിയിരിക്കുകയുള്ളൂ. അബിയെ ഇങ്ങനെ വെറുതെ വിടാൻ പാടില്ല. ഒന്നെങ്കിൽ അവൻ മരിക്കണം, അല്ലെങ്കിൽ അവൻ ജയിലിൽ പോകണം. രണ്ടിലേതെങ്കിലും ഒന്ന് നടന്നേ പറ്റുള്ളൂ എന്നൊക്കെ തന്നെ തീരുമാനിക്കുകയാണ് നവ്യ. അങ്ങനെ നവ്യ ഓരോ കാര്യങ്ങളൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അബി ഒന്നും അറിയാത്ത ആളെ പോലെ അങ്ങോട്ടേക്ക് കയറി വരുന്നത്. വന്ന പാടെ കുഞ്ഞിനെ കൊഞ്ചിക്കുകയും കളിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. നവ്യയുടെ മനസ്സിലുള്ള ആ ഒരു സങ്കടവും ദേഷ്യമൊക്കെ നവ്യയുടെ മുഖത്ത് തന്നെ കാണാം കേട്ടോ. അപ്പം അത് മനസ്സിലാക്കിയിട്ട് തന്നെ അബി നവ്യയുടെ അടുത്ത് കൂടുതൽ സംസാരിക്കാനൊന്നും പോകുന്നില്ല. അബി ചോദിക്കുന്നുണ്ട്, നവ്യ നിനക്ക് എന്ത് പറ്റി, എന്താ നിന്റെ മുഖം വല്ലാതിരിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോഴേക്കും നവ്യ പറയുന്നുണ്ട്, എന്താ എനിക്ക് സംഭവിച്ചെന്നുള്ളത് നിനക്കറിയില്ലേ എന്നിങ്ങനെ ചോദിക്കാം. അപ്പം അബി പറയുന്നുണ്ട്, അത് പിന്നെ നവ്യെ അത് വേറൊന്നും കൊണ്ടല്ല, ഞാനിപ്പോൾ മാനേജറായിട്ട് അവിടെ ജോയിൻ ചെയ്തില്ലേ. ഞാൻ മാനേജറായിട്ട് ജോയിൻ ചെയ്തതിന് ശേഷം കമ്പനിക്ക് ഒരു ഉയർച്ച ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ക്രെഡിറ്റ് മുഴുവൻ എനിക്കിരിക്കുകയല്ലേ. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഒരു അഭിപ്രായം പറഞ്ഞത്. പൂർണ്ണമായിട്ടും നിന്നെ മോഡൽ സ്ഥാനത്തൊന്നും മാറ്റണമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. തൽക്കാലം ഓണത്തിൻ്റെ സെയിൽസ് നമുക്ക് പിടിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് മാളവികയെ നമുക്കൊന്ന് പരീക്ഷിച്ചാലോ എന്ന് ഞാൻ നോക്കിയേ എന്നിങ്ങനെ പറയുക കേട്ടോ. അപ്പോഴേക്കും നവ്യ പറയുന്നുണ്ട്, ആയിക്കോട്ടെ ഞാനൊന്നും പറയുന്നില്ല. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല എന്ന് നീ വിചാരിക്കരുത് അബി. എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട്. പക്ഷെ ഞാനിപ്പോൾ അതിനൊന്നും പ്രതികരിക്കാതിരിക്കുന്നതേ ഉള്ളൂ.
മാളവികയെ നീ എന്തിനാണ് മോഡൽ സ്ഥാനത്തേക്ക് കൊണ്ടുവരുന്നതെന്നൊക്കെ ഉള്ളത് എനിക്കറിയാം. അത് മനസ്സിലാക്കാതിരിക്കാൻ മാത്രം ഞാൻ അത്ര വിഡ്ഢിയൊന്നും അല്ല. അത് നീ ഓർത്താ കൊള്ളാം. പിന്നെ നീ അവിടെ നല്ല രീതിക്ക് ജോലി ചെയ്താൽ അവിടെ പിടിച്ചു പറ്റണം എന്നൊക്കെ ഉള്ളതായിരുന്നു എൻ്റെ ആഗ്രഹം. എന്തായാലും അത് നീ ചെയ്തല്ലോ, അതും മതി എന്നൊക്കെ പറഞ്ഞ് നവ്യെ വിഷയം മാറ്റി വിടാൻ നോക്കുന്നുണ്ട്. കാരണം നവ്യയ്ക്ക് അറിയാം ഇത് അധികം നാൾ ഇങ്ങനെ മുന്നോട്ട് പോവില്ല, ഇതിനൊരു അവസാനം ഉടനെ തന്നെ ഉണ്ടാവുമെന്ന്. അതുകൊണ്ട് ഇപ്പോഴേ വീടിനകത്ത് കലഹം സൃഷ്ടിക്കേണ്ടെന്ന് ഓർത്തിട്ട് തന്നെ നവ്യ മിണ്ടാതിരിക്കുകയാണ് കേട്ടോ. നവ്യയുടെ അടുത്ത് നിന്നിട്ടുണ്ടെങ്കിൽ അവൾ ഓരോന്ന് ചോദിച്ച് വഴക്കുണ്ടാവും എന്നൊക്കെ ഉള്ളത് അറിയാവുന്നതുകൊണ്ട് തന്നെ അബി പെട്ടെന്ന് റൂമിൽ നിന്ന് ഇറങ്ങി അവന്തികയുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. എന്നാൽ അവന്തികയും അബിയും തമ്മിൽ സംസാരിക്കുന്നതൊക്കെ മറിഞ്ഞു നിന്ന് കേൾക്കാനായിട്ട് തന്നെ നവ്യ അവരുടെ പിന്നാലെ ഉണ്ട് താനും. എന്നാൽ അവന്തിക ഡേവിഡുമായിട്ട് സംസാരിക്കുന്നതൊക്കെ കേട്ടിട്ട് അവന്തികയും അതുപോലെ തന്നെ ഡേവിഡും തമ്മിൽ ഒരു കണക്ഷൻ ഉണ്ടെന്നും അതിൻ്റെ പിന്നിൽ സ്വന്തം അച്ഛൻ തന്നെയാണുള്ളതെന്നൊക്കെ ഉള്ളത് നമ്മുടെ അബി മനസ്സിലാക്കുന്നുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ പുതിയ പ്ലാനിങ് ഒക്കെ നടത്താനായിട്ട് അവന്തികയുടെ റൂമിലേക്ക് ചെല്ലുകയാണ് അബി. എന്നിട്ട് മോഡൽ രംഗത്തേക്ക് മാളവിയെ കൊണ്ടുവരുന്ന കാര്യങ്ങളൊക്കെ നവ്യ അറിഞ്ഞിട്ടുണ്ടെന്നും നവ്യ നല്ല കലിപ്പിലാണെന്നും ഒക്കെ പറയുകയാണ് കേട്ടോ അവന്തികയുടെ അടുത്ത്. ആ സമയത്ത് അവന്തിക പറയുന്നുണ്ട്, അതൊന്നും അബിയേട്ടൻ ഇപ്പം കാര്യമായിട്ട് എടുക്കണ്ട. അച്ഛൻ പറഞ്ഞില്ലേ നവ്യേട്ടത്തിയുടെ കാര്യം ഓർത്ത് ഏട്ടൻ വിഷമിക്കേണ്ടെന്ന്. നവ്യേട്ടത്തിയുടെ കാര്യങ്ങൾ അച്ഛൻ തന്നെ ഡീൽ ചെയ്തോളും. അതൊന്നും ഓർത്ത് ഏട്ടൻ വിഷമിക്കേണ്ട കാര്യമില്ല. ഏട്ടൻ്റെ ജീവിതത്തിൽ നിന്ന് നവ്യേച്ചിനെ നമ്മൾ അധികം വൈകാതെ തന്നെ പുറത്താക്കും. അതിനുശേഷം ചേട്ടൻ്റെ ആഗ്രഹം പോലെ എന്താന്ന് വെച്ചാൽ ചെയ്തോളാൻ അച്ഛൻ പെർമിഷൻ തന്നിട്ടില്ലേ. അതുകൊണ്ട് ചേട്ടൻ അതിനെക്കുറിച്ചൊന്നും ഓർത്ത് വിഷമിക്കേണ്ടെന്നൊക്കെ തന്നെ നമ്മുടെ അവന്തിക പറയുന്നത് നമ്മുടെ നവ്യ കേൾക്കുകയാണ് കേട്ടോ. കഥേൻ്റെ പുറകിൽ മറിഞ്ഞു നിന്നാണ് നവ്യ ഇതെല്ലാം കേൾക്കുന്നത്. AN ജ്വല്ലറി എന്ന സാമ്രാജ്യം മുഴുവൻ തൻ്റെ അച്ഛൻ്റെ ആണെന്ന് അറിഞ്ഞു കഴിയുമ്പോഴേക്കും അബിയുടെ താൻ്റെ സ്വഭാവം അവിടെ പുറത്തെടുക്കുകയാണ് കേട്ടോ. ഇനിയിപ്പോൾ അവിടെ ആരെയും പേടിക്കേണ്ട കാര്യമില്ലല്ലോ. ഇനിയിപ്പോൾ കുറച്ച് ദിവസം കൂടെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ MD കസേരയിൽ ഇരിക്കാൻ പോകുന്നത് ഞാനല്ലേ. അതുകൊണ്ട് അതിൻ്റെ ഒരു അഹങ്കാരമൊക്കെ ആ ഒരു വർത്തമാനത്തിലൊക്കെ ഉണ്ട് കേട്ടോ അബിയുടെ. അതുകൊണ്ട് തന്നെ അബിയുടെ സംസാരത്തിൽ ആ ഒരു അഹങ്കാരമൊക്കെ ഉണ്ട്. അപ്പോൾ ഏകദേശം കാര്യങ്ങൾ നമ്മുടെ നവ്യയ്ക്ക് മനസ്സിലാവുകയാണ്. അതുകൊണ്ട് കാരണം സ്വന്തം അച്ഛൻ്റെ സാമ്രാജ്യമാണ് AN ജ്വല്ലറി എന്നും അധികം വൈകാതെ തന്നെ അതിൻ്റെ MD സ്ഥാനത്ത് അബി ഇരിക്കും എന്നൊക്കെ ഉള്ളത് അവർ പറയുന്നതെല്ലാം കേട്ടിട്ടുണ്ട്. തന്നെയുമല്ല അവന്തികയുടെ ശരിക്കുള്ള സ്വഭാവം നവ്യ ആ സമയത്ത് മനസ്സിലാക്കുന്നുണ്ട്. തറവാട്ടിൽ നിന്നോട് തന്നെ എല്ലാ വിവരങ്ങളും AN ജ്വല്ലറിക്ക് ചോർത്തി കൊടുക്കുന്നത് അവന്തികയാണെന്ന് നവ്യ കണ്ടുപിടിക്കുകയും ചെയ്യുന്നുണ്ട്. അബിയുടെ ജീവിതത്തിൽ നിന്ന് എന്നെ ഒഴിവാക്കാനായിട്ട് എന്നെയും കുഞ്ഞിനെയും കൊല്ലാൻ പോലും മടിയില്ലാത്തവരാണ് ഇവരെന്നും അതുകൊണ്ട് തൻ്റെ കുഞ്ഞിൻ്റെയും ജീവനോ ഒരു സുരക്ഷിതത്വം ഇല്ലെന്നൊക്കെയുള്ളത് നവ്യ വിളിച്ചിട്ട് നവ്യയുടെ ഫ്രണ്ടിനോട് പറയുകയാണ്. AN ജ്വല്ലറിയുടെ തലപ്പത്തിരിക്കുന്ന ആളുടെ പേര് കിങ്കോബ്ര എന്നാണല്ലോ പറഞ്ഞത്. എന്നാൽ ആ കിങ്കോബ്ര ആരാന്നുള്ളത് ഇപ്പം തനിക്ക് മനസ്സിലായെന്നും അത് മറ്റാരുമല്ല അബിയുടെയും അവന്തികയുടെയും അച്ഛനായ നാഗേന്ദ്രനാണെന്നും അയാളാണ് ആ AN ജ്വല്ലറി എന്ന സാമ്രാജ്യം കെട്ടിപ്പടുത്തിയെന്നും അയാൾ മുത്തശ്ശനോട് പകരം വീട്ടുകയാണെന്നും ഒക്കെ നവ്യ സുഹൃത്തിനോട് പറയുന്നുണ്ട്. ഈ വിവരം എത്രയും പെട്ടെന്ന് ആദർശേട്ടനെയും അതുപോലെ നയനെയും നന്ദുവിനെയൊക്കെ അറിയിക്കണമെന്നും അങ്ങനെ നവ്യ അറിഞ്ഞ സത്യങ്ങളൊക്കെ സുഹൃത്തിനോട് പറഞ്ഞ് സുഹൃത്ത് വഴി തന്നെ ആദർശും നയനെയും നന്ദുവും ഒക്കെ അറിയുന്നുണ്ട്. അവർക്കൊന്നും ആദ്യം ഇതങ്ങോട്ടേക്ക് ഒട്ടും തന്നെ ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. കാരണം കുറേ വർഷങ്ങൾക്ക് മുമ്പ് മുത്തശ്ശൻ തറവാട്ടിൽ നിന്നും അടിച്ചിറക്കി വിട്ട ആളാണ് ഈ നാഗേന്ദ്രൻ. അയാൾ നമ്മുടെ തറവാടിനോടും മുത്തശ്ശനോടും അതുപോലെ മൂർത്തിസ് ജ്വല്ലറിയോടും ഒക്കെ പകരം വീട്ടാൻ വേണ്ടിയിട്ടാണല്ലോ ഇതുപോലുള്ള നാറിയ കളികളൊക്കെ കളിച്ചെന്നൊക്കെ ഓർത്തിട്ട് അവർക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട്. അതുപോലെ തന്നെ AN ജ്വല്ലറിയുടെ സാമ്രാജ്യം തകർത്ത് തരിപ്പണമാക്കാനും അതിൻ്റെ അടിത്തറ തന്നെ ഇല്ലാതാക്കാനുമുള്ള നടപടികളൊക്കെ ആദർശ നയനം സ്വീകരിക്കുന്നുണ്ട്. എല്ലാ തെളിവുകളുടെയും അടിസ്ഥാനത്തിൽ നാഗേന്ദ്രനാണ് AN ജ്വല്ലറിയുടെ യഥാർത്ഥ MD എന്നുള്ള കാര്യങ്ങൾ മുത്തശ്ശനെ അറിയിക്കുകയാണ് കേട്ടോ ആദർശ നയനെയും നന്ദു ഒക്കെ കൂടിയിട്ട്. അങ്ങനെ ഒടുവിൽ മുത്തശ്ശൻ തന്നെ കളിക്കളത്തിലേക്ക് ഇറങ്ങുകയാണ്. തന്നെയും തൻ്റെ കുടുംബത്തെയും ബിസിനസ് സ്ഥാപനങ്ങളെയൊക്കെ തകർക്കാനായിട്ട് കച്ചകെട്ടി ഇറങ്ങിയ നാഗേന്ദ്രനെ മുത്തശ്ശൻ തന്നെ വെല്ലുവിളിക്കുകയാണ്. അവസാനം കിട്ടിയ വിവരങ്ങളുടെ എല്ലാം അടിസ്ഥാനത്തിൽ നന്ദു നാഗേന്ദ്രനെ പൂട്ടാനുള്ള എല്ലാ തെളിവുകളും സംഘടിപ്പിക്കുന്നുണ്ട്. അതായത് സൗത്ത് ആഫ്രിക്കയിൽ നിന്നും ഗൾഫ് രാജ്യങ്ങളിൽ നിന്നൊക്കെ കള്ളക്കെടുത്ത സ്വർണവും ഡ്യൂപ്ലിക്കേറ്റ് ഡയമണ്ടും ഒക്കെ കൊണ്ടുവന്ന് ഇവിടെ വിൽപ്പന നടത്തുന്നുണ്ടെന്നും ജ്വല്ലറിയുടെ മറവിൽ ഒരുപാട് തിരിമറികൾ നടത്തുന്നുണ്ടെന്നും ഒക്കെയുള്ളത് തെളിവ് സഹിതം നമ്മുടെ നന്ദു കണ്ടുപിടിക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ അതും കൂടെ ആയപ്പോഴേക്കും AN ജ്വല്ലറി എന്ന സാമ്രാജ്യം തകരാൻ തുടങ്ങിയാണ് കേട്ടോ. അബി മനസ്സിൽ കണക്ക് കൂട്ടിയിരുന്ന എല്ലാ കാര്യങ്ങളും തകർന്നടിയുകയാണ്. തിരശ്ശീലയ്ക്ക് മറവിൽ മറഞ്ഞിരുന്നു കൊണ്ട് എല്ലാവരെയും നിയന്ത്രിച്ചുകൊണ്ടിരുന്ന നാഗേന്ദ്രനെ അവസാനം നന്ദു തന്നെ അറസ്റ്റ് ചെയ്ത് ലോക്കപ്പിലിടുന്നുണ്ട്. നാഗേന്ദ്രന്റെ കൂട്ട് നിന്ന് സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്ന അബിയെയും അവന്തികയും ഡേവിഡിനെയും നന്ദു അറസ്റ്റ് ചെയ്യുന്നുണ്ട്. കുടുംബത്തിനകത്തുള്ള ശത്രുക്കളെയൊക്കെ കണ്ടുപിടിച്ച് അവരെ കൊടുക്കാനുള്ള ഓരോ ക്ലൂവും നൽകിയത് നമ്മുടെ നവ്യാണെന്നുള്ളത് അവരാരും തന്നെ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അവർക്കൊക്കെ ഓരോ സഹായങ്ങൾ ചെയ്തു കൊടുത്തുകൊണ്ടിരുന്നത് നവ്യാണെന്നും അവർക്ക് വേണ്ട ഇൻഫർമേഷനൊക്കെ പാസ് ചെയ്ത് നവ്യാണെന്നും തന്നെ അവർ അറിയുന്നില്ല. അവസാനം മുത്തശ്ശന്റെ മുമ്പിൽ നവ്യയുടെ സുഹൃത്ത് തന്നെ ഈ സത്യങ്ങളെല്ലാം വെളിപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. നവ്യ നേരത്തെ തന്നെ അവരുടെ ചതികളൊക്കെ തിരിച്ചറിയുകയായിരുന്നുവെന്നും നിങ്ങളോട് എല്ലാവരോടും അവൾ മോശമായിട്ട് പെരുമാറുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ട് തന്നെ അതിന് പരിഹാരമായിട്ടാണ് അവൾ തന്നെ ഇതിനൊരു പോംവഴി കണ്ടുപിടിച്ചതെന്നും എല്ലാ രഹസ്യങ്ങളും AN ജ്വല്ലറിൽ ജോലി ചെയ്തുകൊണ്ട് തന്നെ അവൾ കണ്ടുപിടിക്കുകയായിരുന്നുവെന്നും അവസാനം അബിയും അവന്തികയും കൂടി
നവ്യനെ നവ്യയുടെ കുഞ്ഞിനെ വരെ കൊല്ലാനുള്ള പ്ലാനിങ് ഒക്കെ നടത്തിയിരുന്നു എന്നൊക്കെ പറയുകയാണ് കേട്ടോ. അപ്പോൾ ഇതെല്ലാം കേട്ട് നമ്മുടെ മുത്തശ്ശനും അതുപോലെ മുത്തശ്ശിയും ദേവയാനിയും ജയനും ഒക്കെ അങ്ങ് ഷോക്കായി നിൽക്കുകയാണ്. കാരണം ഇത്രയും മനസാക്ഷിയില്ലാത്ത ഒരുത്തനെയാണല്ലോ വീട്ടിൽ കയറ്റി താമസിപ്പിച്ചിരുന്നതെന്നൊക്കെ ഇങ്ങനെ ഓർത്ത് ചിന്തിച്ച് നിൽക്കുകയാണ് കേട്ടോ അവര്. അങ്ങനെ നവ്യയാണ് ഇതിനൊക്കെ അവര് മറിഞ്ഞിരുന്ന് സഹായിച്ചുകൊണ്ടിരുന്നതെന്നൊക്കെയുള്ളത് അവർ തിരിച്ചറിയുകയാണ്. അങ്ങനെ മുത്തശ്ശൻ തന്നെ നവ്യയോട് പറയുന്നുണ്ട്, മോൾ ഈ വീട്ടിൽ നിന്ന് എങ്ങും പോകേണ്ട ആവശ്യമില്ല, മോക്കും മോളുടെ കുഞ്ഞിനും ഈ വീട്ടിൽ ഒരു കുറവും ഉണ്ടാവില്ല. അങ്ങനെ നവ്യയുടെ നല്ല മനസ്സ് തിരിച്ചറിഞ്ഞ അവസാനം മുത്തശ്ശനും മുത്തശ്ശിയും അതുപോലെ ദേവയാനിയും ജയനും കനകയും ഗോവിന്ദനും അതുപോലെ എല്ലാവരും നവ്യയെ അംഗീകരിക്കുകയും അവളെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അബി എന്ന ചതിയൻ തൻ്റെ ജീവിതത്തിൽ നിന്ന് പോയി തന്നെ വലിയൊരു സമാധാനമായിട്ട് താൻ കാണുന്നതെന്നൊക്കെ നവ്യ പറയുക കേട്ടോ. മുത്തശ്ശൻ തന്നെ പറയുന്നുണ്ട്, ഇനി നവ്യ ഈ വീട്ടിൽ നിന്ന് എങ്ങും പോകേണ്ട ആവശ്യമില്ലെന്നും നവ്യയ്ക്ക് എത്ര കാലം വേണമെങ്കിലും ഈ വീട്ടിൽ താമസിക്കാമെന്നും എന്ത് ജോലി വേണമെങ്കിലും ചെയ്യാമെന്നൊക്കെ തന്നെ പറയുകയാണ് നവ്യയോട്. അങ്ങനെ നവ്യ അതെല്ലാം കേട്ട് ഹാപ്പി ആയിട്ട് തന്നെ ഇരിക്കുകയാണ് കേട്ടോ. അതിനുശേഷം വിജയശ്രീ ലാളിതനായി ആദർശം നയനയൊക്കെ തിരിച്ച് തറവാട്ടിലേക്ക് തന്നെ വരികയും ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനലിലൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കില്ലേ. താങ്ക് യു.